മുഴുവൻ കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. എന്താണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളോട് തെറ്റ് ചെയ്തവർ ആത്മീയമായി അധപ്പതിച്ചവരാകാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അവരുടെ അവരുടെ ലക്ഷണങ്ങളും രോഗലക്ഷണം അവർ ഞങ്ങളെ ശല്യം ചെയ്ത രീതിയും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ ഞങ്ങളെ പോലെ രോഗികളായിരുന്നു. അടുത്ത ചോദ്യം 7 ആണ്. വാട്ട് വിൽ ഐ ഹാവ് ടു ഡു? ഞാൻ എന്ത് ചെയ്യണം? 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് പേജ് നമ്പർ 66. സസന്തോഷം ഞങ്ങൾക്ക് രോഗിയായ ഒരാളോട് കാട്ടുന്ന ദയയും ക്ഷമയും സഹിഷ്ണുതയും അവരോടും കാട്ടാൻ ഞങ്ങളെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ഒരാൾ ഞങ്ങളോട് എതിർക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളോട് തന്നെ പറയുന്നു, ഇയാൾ ഒരു രോഗിയാണ്, ഞങ്ങൾ ഇയാളെ എങ്ങനെ സഹായിക്കും? ദൈവമേ, ക്രോധത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. ആ ചോദ്യത്തിന് തന്നെ രണ്ടാമതൊരു ഉത്തരവും കൂടെയുണ്ട്. പകയും തർക്കങ്ങളും ഞങ്ങൾ ഒഴിവാക്കുന്നു. രോഗികളോട് നാം അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ ചെയ്താൽ സഹായിക്കുവാനുള്ള അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തിയേക്കാം. നമുക്കെല്ലാവരെയും സഹായിക്കാൻ കഴിയില്ലെന്നിരിക്കും. എന്നാൽ എല്ലാവരെയും കാരുണ്യത്തോടും സഹിഷ്ണുതയോടും കാണാനെങ്കിലും ദൈവം നമ്മെ സഹായിക്കും. പേജ് നമ്പർ 66. അപ്പൊ ഇനി ഇതിനകത്ത് റോയിറ്റി ഒരു 2 പ്രയർ പറയുന്നുണ്ട്. നമ്മൾ നീരസമുള്ളവരുടെ എങ്ങനെ നമുക്ക് സെൽഫ് ഹീലിംഗ്, അതായത് സ്വയം ഒരു സുഖപ്പെടൽ പദ്ധതി അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഈ പ്രയർ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ദൈവമേ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് എൻ്റെ സുഹൃത്തിനോട് വൈരാഗ്യമുള്ള സുഹൃത്തിന്റെ പേര് ആ ലൈനിൽ എഴുതണം. അയാൾ ഒരു രോഗിയാണ്. ഞാൻ എങ്ങനെ അവനിൽ നിന്നുള്ള ദേഷ്യത്തിൽ നിന്ന് എന്നെ അകറ്റണമേ. അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ. അയാളോട് സഹനം, ക്ഷമ, ദയ കാണിക്കാനായി എനിക്ക് ശക്തി നൽകണമേ. തർക്കവും പകയും എന്നിൽ നിന്ന് അകറ്റണമേ. സഹായിക്കാനുള്ള അവസരവും ദയവും സഹനത്തിന്റെയും കാഴ്ചപ്പാട് എനിക്ക് നൽകണമേ. ഇത് തന്നെ പേജ് നമ്പർ 552. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ഇല്ല. ഈ പ്രയർ മലയാളത്തിൽ ഇംഗ്ലീഷിൽ 552 കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിങ്ങനെയാണ് പറയുന്നത്. അതൊരു പാരഗ്രാഫ് പോലെ പറയുകയാണ്. നമുക്ക് നീരസമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ നീരസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കും. നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നീരസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും. അവരുടെ സന്തോഷം, ആരോഗ്യം എന്നിവയ്ക്കായി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമല്ല, ഏതാനും വാക്കുകൾ മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ എങ്കിലും ആ നീരസം കടന്നു പോകും. 2 ആഴ്ച തുടർച്ചയായി നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ. നിങ്ങൾ തിരിച്ചറിയും എവിടെയാണ് നിങ്ങൾ ഉപയോഗപ്രദമായത്. വൈരാഗ്യത്തിന്റെയും കയ്പുകൾ മാറി സഹവർത്തിത്വത്തിന്റെയും മനസ്സിലാക്കലിന്റെയും സ്നേഹത്തിന്റെയും ഭാവം കടന്നു വരും. പേജ് നമ്പർ 552. പിന്നീട് റോയിറ്റി പറയുന്ന പുരോഹിതനെ പറ്റി പറയുന്നുണ്ട്. പുരോഹിതനോട് വളരെ നീരസം ഉണ്ടായിരുന്നു. റോയിറ്റി അത് ദൈവമേ, അദ്ദേഹം ഒരു രോഗിയായിരുന്നു, അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് കയറ്റിക്കോളൂ, എനിക്ക് പരാതിയില്ല. റോയിറ്റി പറയുന്ന ഒരു വേർഷനാണ്. ഇനി അടുത്തതായിട്ട് സ്റ്റെപ്പ് 4, സെൽഫ് ഇൻവെന്ററി. റിസൺമെന്റ്സ് 3, സെൽഫ് ഇൻവെന്ററി, സ്വന്തം ധാർമ്മിക കണക്കെടുപ്പ്. അതിന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. നൗ വാട്ട് വി ഹാവ് completed our resentments inventory and prayed for all the people, what happened next? നമ്മുടെ റിസെന്റ്മെന്റ് ഇൻവെന്ററി കഴിഞ്ഞു, ആൻഡ് പ്രേയർഡ്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇനി എന്താണ് അടുത്തത് സംഭവിക്കുന്നത്? ഇപ്പോൾ നാം നീരസിന്റെ കണക്കെടുപ്പ് നടത്തി, എല്ലാ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്തതായി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. പട്ടിക വീണ്ടും പരിഗണിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുകയും ഞങ്ങളുടെ തെറ്റുകളിലേക്ക് നോക്കുകയും ചെയ്യുന്നു. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും വഞ്ചകരും തൻകാര്യം മാത്രം നോക്കുന്നവരും ഭീരുക്കളുമായത്? ഞങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടല്ല ഈ അവസ്ഥ ഉണ്ടായതെങ്കിൽ കൂടി അതിൽപ്പെട്ടയാളെ ഞങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. എവിടെയാണ് ഞങ്ങൾ കുറ്റക്കാരായതെന്ന ആത്മപരിശോധന ഞങ്ങളുടേതായിരുന്നു, മറ്റൊരാളുടേതായിരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ കണ്ടെത്തി പട്ടികയാക്കി ഞങ്ങൾ അവയെ ഞങ്ങളുടെ മുൻപിൽ തുറന്നു വെച്ചു. സത്യസന്ധമായി ഞങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുകയും അവ നേരെയാക്കാൻ മനസ്സുള്ളവരാവുകയും ചെയ്തു. ഞാനിപ്പോ അതിന്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കോളത്തില് റോയിറ്റി എഴുതിയേക്കുന്നത് മറ്റേ ബിൽഡബ്ല്യു ചെയ്തപോലെ ബ്രൗൺ ചെയ്തപോലെ മൈ ഡാഡ്. അടുത്ത കോളത്തില് എന്തൊക്കെയാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ, ലൈഡ് ടു ഹിം, അദ്ദേഹത്തിനോട് നുണ പറഞ്ഞു. സ്റ്റോൾ മണി, പണം കട്ടെടുത്തു. പിന്നെ സിഗരറ്റും മദ്യവും കട്ടെടുത്തു. അയാളെ പറ്റി ഗോസിപ്പ്, പരദൂഷണം പറഞ്ഞു.
അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, മാനിപ്പുലേറ്റഡ് ഹിം. പിന്നെ അദ്ദേഹത്തിന് എന്റെ തോൽവികൾക്ക് എന്റെ ഡാഡിയെ ഞാൻ കുറ്റം പറഞ്ഞു. മൂന്നാമത്തേതിൽ എന്താ സംഭവിച്ചത്? ഡിസ്ഹോണസ്റ്റ് ആയിരുന്നു, ഷോ ഓഫ് പിറ്റി, ആങ്കർ ആൻഡ് ഫിയർ. ഞാന് റോയിറ്റിയുടെ ഇതാണ് പറയുന്നത്. മൂന്നാമത്തെ കോളത്തില് അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങൾ, അദ്ദേഹത്തിന് സത്യസന്ധത ഇല്ലാണ്ടിരുന്നു, സെൽഫ് പിറ്റി, പിന്നെ ദേഷ്യം, ഭയം, ഇവയെല്ലാം കടന്നു വന്നു. ഈ സംഭവം എങ്ങനെയാണ് വി അഡ്മിറ്റ്, മൂന്നാമത്തെ കോളത്തിൽ ഇതെങ്ങനെയാണ് വി അഡ്മിറ്റഡ് അവർ റോങ്സ് ഹോണസ്റ്റ്ലി ആൻഡ് വേർ വില്ലിംഗ് ടു സെറ്റ് ദിസ് മാറ്റേഴ്സ് സ്ട്രേറ്റ്? എങ്ങനെയാണ് നമ്മളിത് നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കുകയും, നേരത്തെ വായിച്ചു, നമ്മുടെ പട്ടികയാക്കുമ്പോൾ നമ്മൾ ഈ തെറ്റുകൾ നമ്മൾ തുറന്നു വെച്ചു, കാര്യങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഐ വിൽ അഡ്മിറ്റ് മൈ റോങ്സ് ടു മൈ സ്പോൺസർ ഇൻ സ്റ്റെപ്പ് 5. അഞ്ചാമത്തെ പടിയില് ഈ തെറ്റുകള് സ്പോൺസറുടെ അടുത്ത് പറഞ്ഞു. ആൻഡ് മൈ ഡാഡ് ഇൻ സ്റ്റെപ്പ് 9. ഒമ്പതാമത്തെ പടിയില് അദ്ദേഹത്തിന്റെ ഡാഡ്, മരിച്ചുപോയ ഡാഡിനോട് അദ്ദേഹം ഒരു ലെറ്റർ വഴി അത് എഴുതി പറഞ്ഞു, അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് എന്റെ സ്വഭാവത്തെ മാറ്റിവെക്കാനും അദ്ദേഹത്തിൽ നിന്നും കട്ടെടുത്ത പണം തിരിച്ചു കൊടുക്കാൻ, എന്നുവെച്ചാൽ കുടുംബത്തിലേക്ക് തിരിച്ചു കൊടുക്കാനും അദ്ദേഹം ശ്രമിച്ചു. പിന്നെ അദ്ദേഹം പറയുന്ന പ്രീസ്റ്റിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. പ്രീസ്റ്റ് ഹു സെക്ഷലി മൊളസ്റ്റഡ് മീ അറ്റ് മൈ ഫാദേഴ്സ് ഫ്യൂണറൽ. അതായത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഫ്യൂണറലിന്റെ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പുരോഹിതൻ അദ്ദേഹത്തിനെ ദുരുപയോഗം ചെയ്തു. അദ്ദേഹം അല്ല, ഇരയായിരുന്നു. അപ്പൊ 2-3 കോളത്തില് അദ്ദേഹം ഇരയാന്ന് എഴുതി. പക്ഷെ സ്പോൺസറോട് 5-ാം പടിയില് ഇത് കൃത്യമായി ഏറ്റുപറയുകയും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് മേടിക്കുകയും മറ്റുള്ളവരോട് ഇത് തുറന്നു പറയാനും, ഇങ്ങനെ സെയിം അനുഭവങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അതൊരു പ്രചോദനമാകാനും അദ്ദേഹം ശ്രമിച്ചു. ഇനി നമ്മൾ സ്റ്റെപ്പ് 4, പാർട്ട് 4, ഭയം. നമ്മൾ പ്രയർ കഴിഞ്ഞു, സെൽഫ് ഇൻവെന്ററി കഴിഞ്ഞു, നമ്മളിനി നേരെ ഭയത്തിലേക്ക് പോവാണ്. വാട്ട് ഡു ഐ വർക്ക് ഓൺ നെക്സ്റ്റ്? ഞാൻ എന്താണ് അടുത്തതായി ചെയ്യേണ്ടത്? ഭയം എന്ന പദം വലയത്തിലിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ കൊച്ചു പദം ഒരു വിധത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്നു. ഇത് ജീവിതം കരുളുന്ന ആപത്താണ്. നമ്മുടെ അസ്തിത്വത്തിൽ ഇതുകൊണ്ട് മട വീഴും. ഇത് സാഹചര്യങ്ങളെ അനർത്ഥങ്ങളിലേക്ക് തള്ളിക്കൊണ്ടു പോകും, അർഹിക്കാത്ത നാശത്തിലേക്ക്. പക്ഷെ നമ്മൾ തന്നെയല്ലേ പന്തുരുട്ടാൻ തുടങ്ങിയത്? ഭയം കളവന്റെ കൂട്ടാളിയാണ്. ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട് ഇത് കൂടുതൽ ആപത്ത് വരുത്തുമെന്നാണ്. പേജ് നമ്പർ 66 ബുക്കില്. വാട്ട് ആർ ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഡീലിംഗ് വിത്ത് ഫിയർ? ഭയത്തെ കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഭയത്തെ വിശദമായി പുനഃപരിശോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അമർഷമില്ലെങ്കിലും ഞങ്ങൾ അത് കടലാസിൽ പകർത്തി. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതുള്ളതെന്ന് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിച്ചു. സ്വയാശ്രയബോധം നഷ്ടപ്പെട്ടതുകൊണ്ടോ? സ്വയാശ്രയബോധം ഒരു വേള ഉണ്ടായിരുന്നു, പക്ഷെ നിലനിന്നില്ല. ഞങ്ങളിൽ ചിലർക്ക് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ പേടി പ്രശ്നം പരിഹരിച്ചില്ല. മറ്റു പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ധാർഷ്ട്യമുണ്ടായപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. പേജ് നമ്പർ 67. ഇനി നമ്മളത് ഭയത്തെ വിലയിരുത്തുന്നതിനെ പറ്റി ഒരു പട്ടിക അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ കോളത്തില് നമ്മൾക്ക് ആളുകളോട് നീരസം പണ്ടുണ്ടായിരിക്കും, ഇപ്പൊ നമുക്ക് നിലവിലില്ല എങ്കിൽ പോലും അവരുടെ പേര് എഴുതുകയാണ്. ഇപ്പൊ അദ്ദേഹം പേര് ഡാഡിന്റെ പേര് എഴുതിയിട്ടുണ്ട്, റവറൻ ബി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, കോവിഡിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്, പോലീസിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്, കള്ളന്മാരുടെ കാര്യം എഴുതിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാണ്. മൈ ഡാഡ്, എന്റെ അച്ഛൻ. രണ്ടാമത്തെ കോളത്തില് വി ആസ്ക്ഡ് അവർസെൽസ് വൈ വി ഹാർട്ട് ദം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനോട് നീരസമുണ്ടായത്? ഹി വിൽ ഫൈൻഡ് ഔട്ട് അബൌട്ട് മൈ ലൈങ്, ചീറ്റിംഗ് ആൻഡ് സ്റ്റീലിംഗ് ആൻഡ് വിൽ പണിഷ് മീ. അദ്ദേഹം എന്റെ കളവുകളും വഞ്ചിക്കലുകളും എല്ലാം കണ്ടുപിടിച്ച് എന്നെ ശിക്ഷിച്ചേക്കാം. അതുകൊണ്ടാണ് എനിക്കത് ആ കാരണം കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് നീരസമുണ്ടായത്. മൂന്നാമത്തേതില് സ്റ്റോപ്പ് ലൈങ് ആൻഡ് ചീറ്റിംഗ്, ബി ഹോണസ്റ്റ് ആൻഡ് മേക്ക് അമെൻഡ്സ്. അതെ, ഞാൻ സത്യസന്ധമായി ജീവിക്കാനും വഞ്ചിക്കാതിരിക്കാനും ഈ കാര്യങ്ങളിലെല്ലാം രമ്യതയിൽ ഏർപ്പെടാനും തയ്യാറായി. റവറൻ ബി, അദ്ദേഹം പറഞ്ഞ പുരോഹിതന്റെ കാര്യം. അടുത്ത കോളത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹി വിൽ കണ്ടിന്യൂ ടു അസൾട്ട് മീ ആൻഡ് യൂസ് ഹിസ് പൊസിഷൻ ടു അഫക്ട് മൈ എഡ്യൂക്കേഷൻ.
വീണ്ടും അദ്ദേഹം എന്നെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ പൊസിഷൻ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനം ഉപയോഗിച്ച് എന്റെ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസം നശിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഭയം, അതാണ് അതിന്റെ കാരണം. അതിന് അദ്ദേഹം പരിഹാരം കണ്ട് ബി കറേജസ് ത്രൂ പ്രയർ ആൻഡ് സീക്ക് ഹെൽപ്പ്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിലൂടെ ശക്തി കണ്ടെത്തുകയും പ്രൊഫഷണൽ സഹായം കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ പറ്റി നമ്മൾ പറയാം. COVID-19 ആദ്യത്തെ കോളേജിൽ COVID-19 എഴുതി. ഐ ആം ഇൻ ദ ബോർഡർ ലൈൻ ഏജ് ഗ്രൂപ്പ്. അപ്പൊ ഞാൻ ഈ പ്രായമായ അവസ്ഥയിലാണ്. അപ്പൊ വീണ്ടും ആ രോഗം വരുമോന്നുള്ള വരുമോന്നും എന്റെ കുട്ടികളെ കാണാൻ പറ്റുമെന്നുള്ള ഭയം. അപ്പോൾ ഞാൻ അതെന്താ ചെയ്യണം, ടേക്ക് ഓൾ മെഡിക്കൽ പ്രിക്കോഷൻ ആസ് അഡ്വൈസ്ഡ്. പ്രൊഫഷൻ, അതായത് നമ്മുടെ വൈദ്യശാസ്ത്രം പറയുന്ന എല്ലാ പ്രിക്കോഷനുകളും ഞാൻ എടുക്കണം. ചില ആദ്യത്തെ കോളത്തിൽ പോലീസിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ദേ വിൽ അറസ്റ്റ് മീ ഫോർ ഡ്രിങ്കിങ് ഡ്രൈവിംഗ്. അപ്പോൾ ഡ്രിങ്കിങ് ഡ്രൈവിങ്ങിന് പോലീസിന് ഭയമാണ്, അതിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭയമാണ്. അപ്പൊ അതിനുള്ള ഇത് സ്റ്റേ സോബർ ആൻഡ് ഫോളോ ദ ലോ. ബോധവാനായിരിക്കുകയും നിയമം പാലിക്കുകയും ചെയ്യുക. അദ്ദേഹത്തിന് ഒരിക്കലും ആംസ്റ്റർഡാമിലെ തീവ്സിനെ പറ്റി, കള്ളന്മാരെ പറ്റി ഭയം ഉണ്ടായിരുന്നു. ഐ വിൽ നെവർ ഗെറ്റ് മൈ സ്റ്റഫ് ബാക്ക് ആൻഡ് വോണ്ട് സർവൈവ് ഇൻ USA. അമേരിക്കയിൽ ജീവിക്കാൻ പറ്റുമോന്നും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. ദൈവത്തിൽ ട്രസ്റ്റ് ഗോഡ്, അപ്ഡേറ്റ് റെസ്യൂം, അദ്ദേഹത്തിന്റെ ജോലിക്കുള്ള റെസ്യൂം അപ്ഡേറ്റ് ചെയ്തിട്ട് അദ്ദേഹം മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെട്ടു. ഇനി അദ്ദേഹം ഒരു ഹെൽപ്പ് ലിസ്റ്റിന് നമുക്ക് ഭയം വരാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. മദ്യം, മൃഗങ്ങൾ, അതോറിറ്റി, ഏകാന്തത, ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ, കടക്കാര്, മരണം, രോഗം, മരുന്ന്, ഡോക്ടർ, വികാരം, തോൽവി, പരദൂഷണം, തോക്ക്, ദൈവം, പ്രായമായി എന്നുള്ള വിചാരം, മറ്റുള്ളവർ എന്നെ ഉപദ്രവിക്കും എന്നുള്ള ഭയം, ആശുപത്രി, ഉയരം കൂടിയ സ്ഥലങ്ങൾ, പ്രാണികൾ, ഭ്രാന്ത് വരുമോ എന്നുള്ള ഭയം, കൂട്ടുകെട്ട്, ജയിൽ, ഏകാന്തത, സ്നേഹിക്കുന്ന ഒരാൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, പോലീസിനെ ഭയം, മാതാപിതാക്കന്മാരെ ഭയം, ജനത്തെ ഭയം, ദാരിദ്ര്യം, ശാരീരിക വേദന, ഉത്തരവാദിത്തം, എതിർപ്പ്, റിലാപ്സിനെ ഭയം, വർഗം, ലൈംഗികതയെ ഭയം, പാപം, വിജയം, സുബോധം, തൊഴിലില്ലായ്മ, ലഹള, ധാർമ്മിക കാരണം. ഇത്തരം കാര്യങ്ങളോടും ഒരു പക്ഷേ നമുക്ക് ഭയം വരാം. നമുക്ക് ഈ ധാർമ്മിക കണക്കെടുപ്പ് എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും എന്തെങ്കിലും ലിസ്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് 4, പാർട്ട് 5, സെക്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് 4 എല്ലാം പ്രധാനപ്പെട്ടാണ്, പക്ഷെ ഈ സെക്സും വളരെ ഒരു പ്രധാനപ്പെട്ടാണ്. അപ്പൊ അത് ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡു ഐ വർക്ക് ഓൺ നെക്സ്റ്റ്? അടുത്തതായി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആദ്യമേ പറഞ്ഞു നെക്സ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇമ്മീഡിയറ്റ്ലി എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അല്പം ലൈംഗികത, പേജ് നമ്പർ 67. വൈ ഡു ഐ നീഡ് എ സെക്സ് ഇൻവെന്ററി? രണ്ടാമത്തെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ലൈംഗികതയുടെ കണക്കെടുപ്പ്? ഞങ്ങളിൽ പലർക്കും ഇവിടെ ഒരു അഴിച്ചുപണി വേണ്ടി വന്നു. എല്ലാ തരത്തിലും ഉപരി ഈ കാര്യത്തിൽ ഔചിത്യ ബോധമുള്ളവരാകുവാൻ ഞങ്ങൾ ശ്രമിച്ചു. പേജ് നമ്പർ 67, മലയാളം ബുക്ക്. മൂന്നാമത്തെ ചോദ്യം, വൈ ഡു ഐ നീഡ് ടു ബി സെൻസിബിൾ? വിവേകമുള്ളവനായിട്ട് ഇരിക്കേണ്ട കാര്യം എന്നാ? പാളത്തിൽ വെളിയിൽ ചാടാൻ എളുപ്പമായിരുന്നു. പൊതുജനാഭിപ്രായങ്ങൾ അതിരുകടക്കുന്ന ഞങ്ങൾ കണ്ടു. ഒരു പക്ഷേ അസംബന്ധങ്ങൾ ഒരു കൂട്ടർ പറഞ്ഞു. സെക്സ് അധമ വികാരമാണെന്ന് പറഞ്ഞു. ഉൽപാദനത്തിനുള്ള ഒരു അടിസ്ഥാനം മാത്രമാണെന്ന് പറഞ്ഞു. കൂടുതൽ സെക്സിന് വേണ്ടി കരയുന്നവർ അവരെയും ഞങ്ങൾ കേട്ടു. വിവാഹ നിയമങ്ങൾ പ്രതി വിലപിക്കുന്നവരെ കേട്ടു. മനുഷ്യവർഗത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ സെക്സ് കാരണമാണെന്ന് കരുതുന്നവരുണ്ട്. ഞങ്ങൾക്ക് അത് വേണ്ടുവോളം ഇല്ല എന്ന് കരുതുന്നവരുണ്ട്. ഉള്ളത് തന്നെ ശരിയായ വിധത്തിലല്ല എന്ന് കരുതുന്നവരുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ അവർ എവിടെയും കണ്ടു. ഒരു കൂട്ടർ മനുഷ്യനെ ആഹാരത്തിൽ ഈ ഫ്ലേവർ ഒന്നും ചേർക്കരുതെന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പെപ്പർ ഡയറ്റ് എന്ന് പറയുന്നു. ഇവിടെ പെപ്പർ ഡയറ്റിനെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ 1939 ആൽക്കോളിസിനോസിന്റെ ബുക്ക് ഇറങ്ങുന്നത്. അന്ന് അമേരിക്കയിലെ ഒരു പ്രശസ്തമായ വാക്കാണ് പെപ്പർ ഡയറ്റ്. അതായത് ഓവർ ആക്റ്റീവ്, അതായത് സെക്സിലേക്കുള്ള അമിതമായിട്ട് ആവേശം കാണിക്കുന്നവരെയാണ് ഈ പെപ്പർ ഡയറ്റ് എന്ന പദം ഉപയോഗിച്ച് പൊതുവായിട്ട് വിശേഷിപ്പിച്ചിരുന്നത്. നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ എ അപ്രോച്ച് ടു ദിസ് സബ്ജക്ട് ആൻഡ് വൈ? ഈ തർക്കത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആരുടെയും ലൈംഗിക പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥം പറയുന്നവരല്ല. ഞങ്ങൾക്കെല്ലാം ലൈംഗിക പ്രശ്നങ്ങളുണ്ട്. അതില്ലെങ്കിൽ
ഞങ്ങൾ മനുഷ്യരല്ല. പേജ് നമ്പർ 67. ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ സെക്സ് ഇൻവെന്ററി. ഞങ്ങളുടെ കഴിഞ്ഞകാല സ്വഭാവം ഞങ്ങൾ പരിശോധിച്ചു. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും സത്യസന്ധതയില്ലാത്തവരും പുറന്തള്ളപ്പെട്ടവരുമായത്? ഞങ്ങൾ അന്യായമായി അസൂയയും സംശയവും പരുഷ സ്വഭാവമുള്ളവരുമായില്ലേ? ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? മറിച്ച് എന്ത് ചെയ്യാനാകുമായിരുന്നു? ഞങ്ങൾ ഇതെല്ലാം കടലാസിൽ പകർത്തി പരിശോധിച്ചു. അപ്പോ ഈ സെക്സിന്റെ കാര്യത്തിലുള്ള മിസ്കണ്ടക്റ്റിനെ പറ്റി, സ്വഭാവ ദൂഷ്യത്തെ പറ്റി കുറെ വാക്കുകൾ ചേർത്തിട്ടുണ്ട്. അത് ഒന്ന് ഓടിച്ചു വായിക്കാം. ദുരുപയോഗം ചെയ്യുക, വഞ്ചന, പരുക്കനായ, സത്യസന്ധതയില്ലാത്ത, അടക്കി ഭരിക്കുന്ന, ഒഴിഞ്ഞു മാറി നിൽക്കുക, പരിഗണനയില്ലാത്ത, ഒന്നിനും താല്പര്യമില്ലാത്ത, അയഞ്ഞ മട്ടിലുള്ള, പരുക്കനായ, സ്വാർത്ഥതയുള്ള, വിശ്വാസമില്ലാത്ത, വളരെ മോശം, താറുമാറായ, ശ്രദ്ധിക്കാത്ത, ചതിയനായ, അതായത് ചീറ്റിംഗ്, ക്രൂരമായ, അസൂയാലുവായ, നാണം കെട്ട, ഇത്തരം വാക്കുകളെല്ലാം ഇതിന്റെ സെക്സ് മിസ്കണ്ടക്റ്റിനെ പറ്റി ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജിൽ അദ്ദേഹം റിവ്യൂഡ് അവർ ഓൺ കോണ്ടക്ട് ഓവർ ദ ഇയേഴ്സ് പാസ്റ്റ് വേർ ഹി ഹാഡ് ബീൻ സെൽഫിഷ്, ഡിസ്ഹോണസ്റ്റ് ആൻഡ്, ആദ്യത്തെ പേജില് ഹൂം വി ഹർട്ട്, രണ്ടാമത്തെ പേജില് അത് അദ്ദേഹം മിസ്സിസ് ബീനെ പറ്റി പറയുന്നുണ്ട്. ആദ്യത്തെ കോളത്തില് യെസ്, ജലസ് ഓഫ് ഗേൾഫ്രണ്ട് ആൻഡ് ബിറ്റർ ദാറ്റ് ഐ ഡോണ്ട് ലീവ് ഗേൾഫ്രണ്ട്. പിന്നെ അത് ലെസ്റ്റ് ആൻഡ് കൺസീറ്റ്, മൂന്നാമത്തെ കോളത്തില് ബി റെസ്പെക്ട്ഫുൾ ഓഫ് അതേഴ്സ് പീപ്പിൾ ഓഫ് റിലേഷൻഷിപ്പ്. അദ്ദേഹം കുറെ 4 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതുണ്ടായിരുന്നു, അവരുടെ സെക്സ് പ്രശ്നം ഉണ്ടായിരുന്നവരുടെ. ഓക്കെ, അത് ആ പേജ് ഞാൻ അത് നമുക്ക് പിന്നീട് പ്രിന്റ് ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് വായിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വാട്ട് ഈസ് ദ ഒബ്ജക്ട് ഓഫ് ദിസ് ഇൻവെന്ററി? എന്താണ് നമ്മൾ ഈ ഇൻവെന്ററി എല്ലാം എടുക്കാനുള്ള കാരണം? അപ്പൊ ബുക്കിൽ അതിന്റെ മറുപടി ഉണ്ട്. ഈ വിധം ഉദാത്തമായ ഒരു തെളിഞ്ഞ കുടുംബ ജീവിതത്തിന് രൂപം നൽകാൻ ഞങ്ങൾ ശ്രമിച്ചു. എല്ലാ ബന്ധങ്ങളെയും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി. ഇത് സ്വാർത്ഥപരമായിരുന്നോ, മാതൃകാപരമായിരുന്നോ? മാതൃകാപരമായ ഒരു കുടുംബജീവിതം രൂപപ്പെടുത്താനും അതിൽ ജീവിക്കാനും ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചു. അതാണ് ഇതിന്റെ ലക്ഷ്യം. ഇൻവെന്ററിയുടെ ലക്ഷ്യം മാതൃകാപരമായ ഒരു കുടുംബജീവിതം രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. 7. വാട്ട് ഷുഡ് ഐ ഡു വിത്ത് ദിസ് ഐഡിയൽസ്? ഈ കാര്യങ്ങൾ, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ജീവിത ദർശനം എങ്ങനെ രൂപപ്പെടുന്നുവോ അതിലേക്ക് ഞങ്ങൾ വളരേണ്ടതുണ്ട്. ഞങ്ങളുടെ ജീവിത ദർശനം എങ്ങനെ രൂപപ്പെടുന്നുവോ അതിലേക്ക് ഞങ്ങൾ വളരേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ഇഫ് ഐ ഹാവ് ഡൺ ഹാം ടു അതേഴ്സ്? മറ്റുള്ളവര് ഉപദ്രവിച്ച് ഞാൻ എന്ത് ചെയ്യണം? അതിനകത്ത് പേജ് നമ്പർ 68 ആ ചോദ്യത്തിന് ഉത്തരം. ഞങ്ങളുടെ തെറ്റുകൾക്ക് ഞങ്ങൾ പരിഹാരം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നോക്കുകയും വേണം. ചുരുക്കത്തിൽ മറ്റേതൊരു പ്രശ്നവും പോലെ സെക്സും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. 10. ഷുഡ് ഐ ആസ്ക് മൈ സ്പോൺസർ വാട്ട് ടു ഡു? അപ്പൊ അതിന് ഉത്തരം പേജ് നമ്പർ 68 തന്നെയുണ്ട്. ഓരോ പ്രശ്നത്തിലും എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ ദൈവത്തോട് ധ്യാനിക്കുന്നു. ശരിയായ ഉത്തരം കിട്ടും. ഞങ്ങൾക്കത് ശരിയായ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം കിട്ടും. സ്പോൺസറോട് ചോദിക്കണമെന്നുള്ള ചോദ്യത്തിന്റെ ആൻസറാണ് നമ്മൾ ദൈവത്തോട് ധ്യാനിക്കാനായിട്ടാണ് പറയുക. 11. വാട്ട് ഇഫ് ഐ മെസ് അപ്പ് അഗെയിൻ? വീണ്ടും ഞാനിത് മെസ്സപ്പ് ചെയ്താൽ എന്താ ചെയ്തേ പറ്റുക? വീണ്ടും ഞാൻ വഴുതി വീണ എന്താ പറ്റുക? ഒരു പക്ഷെ നാം സ്വീകരിച്ച മാതൃകാ ജീവിതത്തിൽ നിന്നും നാം വഴുതി പോകുന്നു എന്ന് കരുതുക. ഇതിന്റെ അർത്ഥം നാം കുടിക്കുമെന്നാണോ? ചിലർ അങ്ങനെ പറഞ്ഞേക്കാം. ഇത് അർത്ഥസത്യം മാത്രമാണ്. അത് നമ്മുടെ ഉദ്ദേശത്തെയും നമ്മളെയും ആശ്രയിച്ചിരിക്കുന്നു. നാം പശ്ചാത്തപിക്കുകയും നന്മയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്താൽ നാം ക്ഷമിക്കപ്പെടുമെന്നും നാം പാഠം പഠിപ്പിക്കുമെന്നും കരുതാം. അല്ലാത്ത പക്ഷം നാം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് തുടർന്നാൽ തീർച്ചയായും കുടിക്കുക തന്നെ ചെയ്യും. അതെ, നമ്മൾ വീണ്ടും ഇത് മെസ്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് തുടർന്നാൽ തീർച്ചയായും കുടിക്കുക തന്നെ ചെയ്യുമെന്നാണ് അതിന്റെ അവസാന ലൈൻ പറയുന്നത്. പേജ് നമ്പർ 68 പറയുന്നുണ്ട്. ഓക്കെ, ഇസ് ദിസ് എ തിയറി? ഇതൊരു തിയറിയാണോ? ഇതൊരു തിയറിയാണോ? അപ്പൊ അതിന്റെ ഉത്തരം പേജ് നമ്പർ 68 തന്നെയുണ്ട്. ഞങ്ങൾ ഇത് സമർത്ഥിക്കുകയല്ല, മറിച്ച് അനുഭവത്തിൽ നിന്ന് പഠിച്ച വസ്തുതകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. സോ വാട്ട് കൈൻഡ് ഓഫ് ആക്ഷൻ ഡു ഐ ടേക്ക് ടു പ്രിവെന്റ് ദിസ്? അതായത് എന്ത് തരത്തിലുള്ള ആക്ഷൻ ആണ് ഞാൻ എടുക്കേണ്ടത്? സെക്സിന്റെ കാര്യം സംഗ്രഹിക്കാം. യഥാർത്ഥ മാതൃകയ്ക്കായി, നേർവഴിക്കായി, നൈർമല്യത്തിനായി, ശരിയായ കാര്യം ചെയ്യാനുള്ള ധൈര്യത്തിന് പ്രാർത്ഥിക്കാം. സെക്സ് പ്രശ്നമാകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായി ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നു. ഞങ്ങൾ അവരെ സഹായിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഞങ്ങളെ ഞങ്ങളിൽ നിന്ന് മുക്തരാക്കുന്നു.
കീഴടങ്ങുക എന്നത് ഹൃദയവേദനയാകുമ്പോൾ ഗർഭിഷ്ഠമായ ആസക്തി എന്നത് തണുപ്പിക്കുന്നു. 69ാമത്തെ പേജിലാണ് അതിന്റെ ഉത്തരം. സെക്സ് ദൈവം തന്നതാണ്, അതുകൊണ്ട് അത് നല്ലതാണ്. അത് ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. അത് ലാഘവത്തോടെ എടുക്കാനുള്ളതല്ല. സ്വാർത്ഥപരമോ അവജ്ഞയോടെയോ ആർത്തിയോടെയോ അത് കാണേണ്ടതില്ല. ചോദ്യം അതിന്റെ 69ാമത്തെ പേജ്, മലയാളം 69ാമത്തെ പേജ്. 14ാമത്തെ ചോദ്യം, വാട്ട് ഇഫ് ഐ ആം ദ വിക്ടിം ഓഫ് സെക്ഷൽ അബ്യൂസ്? ഞാനൊരു സെക്ഷൽ അബ്യൂസിന് വിക്ടിമാണ്, എന്താണ് ചെയ്യേണ്ടത്? ഇരയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ദൈവം അനേകം ഡോക്ടർമാരെയും മനഃശാസ്ത്രജ്ഞന്മാരെയും ലോകത്ത് ധാരാളം രീതിയിൽ പരിശീലനം സിദ്ധിച്ചവർ ലോകത്തിലുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കേണ്ട. പേജ് നമ്പർ 133 അത് പറയുന്നത്. അനേകം ഡോക്ടർമാരെയും മനഃശാസ്ത്രജ്ഞരെയും ധാരാളം രീതിയിൽ പരിശീലനം സിദ്ധിച്ചവരെയും ലോകത്തുണ്ട്. നമ്മൾ സെക്ഷൽ എങ്കിലേ നമുക്ക് പുറത്തു പറയാൻ മടിയുള്ളവരെങ്കിൽ ഇവരെ സമീപിച്ച് നമുക്ക് ചികിത്സ നേടുന്നതിൽ മടി വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് അതേ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമ്മുടെ സ്റ്റെപ്പ് 4 പാർട്ട് 6 ഹാംസ്, ദോഷമുണ്ടാക്കിയത്. അതായത് നമ്മൾ കണ്ടു, നീരസത്തെ കണ്ടു, ഭയത്തെ കണ്ടു, സെക്സ് കണ്ടു, അതിന്റെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കി. ഇനി നമ്മള് ഈ ലിസ്റ്റിൽ ഒന്നും പെടാത്ത ദോഷമുണ്ടാക്കിയ ഒരു ലിസ്റ്റാണ്. അതായത് എന്റെ സ്വഭാവം കൊണ്ട് ഞാൻ ദോഷമുണ്ടാക്കിയ ഒരു ലിസ്റ്റ്. ആർക്കൊക്കെ അതെങ്ങനെയാണ് ആ ലിസ്റ്റിൽ സാധാരണ രീതിയിൽ വരാൻ സാധ്യതയുള്ളത്? ഞാൻ തന്നെ വരും. എന്റെ പേര് എനിക്ക് ചേർക്കാം. ഫാമിലി വരും, ടീച്ചേഴ്സ് വരും, കൂട്ടുകാർ വരും, അപരിചിതർ വരും, എംപ്ലോയർ വരും, എംപ്ലോയീസ് വരും, അയൽക്കാർ വരും, കൂട്ടുകാർ വരും, AA മെമ്പേഴ്സ് വരും, ചർച്ച് വരും, വ്യക്തിബന്ധങ്ങൾ വരും, സ്കൂള് വരും, ജയിൽ വരും, പോലീസ് വരും, വിവാഹം വരും, ആശുപത്രി, ഗവൺമെന്റ്, പൊതുവായ വിശ്വാസങ്ങൾ, ഗോഡ്, റൂൾസ് ഓഫ് സയൻസ്, റൂൾസ് ഓഫ് ബിഹേവിയർ, സ്പിരിച്വാലിറ്റി, അതെല്ലാം സ്പിരിച്വൽ ലോസ്, അൺറിട്ടൺ കോഡ്സ്, മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻ, കൾച്ചറൽ നോംസ്, ഇതെല്ലാമാണ് ആ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അത് റോയിറ്റി ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ പേര് മൈ ഗ്രാനി, അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടെയാണ്. എന്താണ് അദ്ദേഹം ചെയ്തത്? ആ കാരണം എഴുതിയിട്ടുണ്ട്. സ്റ്റോൾ ഹെർ ജുവൽസ്, അവരുടെ സ്വർണം കട്ടെടുത്തു. യെസ്. മൂന്നാമത്തെ കോളത്തിൽ മേക്ക് അമാൻഡ്സ് ആൻഡ് ഓർ പേ ബാക്ക്, അവളുമായി രമ്യതയിൽ ഏർപ്പെട്ടു, അത് തിരിച്ചു കൊടുത്തു. അടുത്തത് ഒരാളുടെ പേരും കൂടി എഴുതുന്നുണ്ട്. ക്യാബ് ഡ്രൈവേഴ്സ് ആൻഡ് ടാക്സി ഡ്രൈവേഴ്സിന്റെ എന്താ ചെയ്തത്? വോമിറ്റഡ് ഇൻ ദയർ ക്യാബ്സ്, അവരെ ടാക്സിയിൽ വൊമിറ്റ് ചെയ്തു. അതെന്താ പേ ചെയ്തത്? സ്റ്റേ സോബർ, സുബോധാനായി തുടർന്നു. ഫ്യൂച്ചർ ക്യാബ് ഡ്രൈവേഴ്സിന് പണം തിരിച്ചു കൊടുത്തു. മൂന്നാമത്തേതിൽ പറയുന്നത് വേരിയസ് ജോബ്സ്, വിവിധ ജോബുകൾ. കേം ഇൻ ലേറ്റ് ആൻഡ് ഹാങ് ഓവർ, വേസ്റ്റഡ് ടൈം, മെയ്ഡ് മിസ്റ്റേക്ക്, ലീഡ് ചീറ്റ്സ്, yes, make amends to business still operating and give 110% to future employees, pay it forward. അടുത്ത പേജിലേക്ക് പോവാം. നമ്മളത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ അദ്ദേഹം എഴുതിയ പോലെ അല്ലാണ്ടെങ്കിൽ പേര് മാത്രം, ദ നെയിംസ്, വാട്ട് ഹാംസ് ഐ ഡിഡ് ടു ഇറ്റ്, അത് നമുക്ക് ഓരോ മോഡൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും യെസ്, നോ, നോട്ട് ഷുവർ, ഹൗ, ഇതൊക്കെ ചേർക്കാം. നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് വേണമെങ്കിൽ എഴുതാം. ഇനി ലാസ്റ്റ് പേജിലേക്ക് പോവാണ്. നമ്മുടെ 4th സ്റ്റെപ്പിന്റെ ലാസ്റ്റ് പേജിലേക്ക് പോവാണ്. വാട്ട് വിൽ വി ഹാവ് അക്കംപ്ലിഷ്ഡ് സോ ഫാർ? ഞങ്ങൾ വ്യക്തിപരമായ വിലയിരുത്തൽ തുടർന്ന് നടത്തി കഴിഞ്ഞു. ഒരുപാട് ഞങ്ങൾ പകർത്തി എഴുതി. ഞങ്ങളുടെ അമർഷങ്ങൾ ഞങ്ങൾ പട്ടികയിലാക്കി സൂക്ഷ്മ പരിശോധന നടത്തി. പേജ് നമ്പർ 69. മൂന്നാമത്തെ ചോദ്യം, വാട്ട് വിൽ വി കോംപ്രഹെൻഡ് വെൻ വി അനലൈസ് അവർ റിസെന്റ്മെന്റ്സ്? ഞങ്ങൾ അതിന്റെ നന്മ തിന്മകൾ അപഗ്രഥിച്ചു. ഞങ്ങൾ അതിന്റെ ഭയാനകമായ വിനാശഭാവം കണ്ടു. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡു വി ലേൺ? ഞങ്ങൾ എല്ലാവരോടും സഹിഷ്ണുതയോടും ക്ഷമയോടും സന്മനോഭാവത്തോടും സമീപിക്കുവാൻ പഠിച്ചു തുടങ്ങി. 5, ഹാവ് ഐ ഫിനിഷ്ഡ് മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം നൗ? ഞാൻ എല്ലാ പ്രോഗ്രാം കഴിഞ്ഞോ ഇപ്പോൾ? പേജ് നമ്പർ 71 അതിന് മറുപടി ഉണ്ട്. നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മൊത്തം വൈകല്യങ്ങളെ കുറിച്ച് ആത്മപരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ഒരു നല്ല തുടക്കം നടത്തി കഴിഞ്ഞു. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിക്കുന്ന സത്യത്തിന്റെ സിംഹഭാഗവും നിങ്ങൾ വിഴുങ്ങുകയും അത് ദഹിക്കുകയും ചെയ്തിരിക്കുന്നു. പേജ് നമ്പർ 69 ഇത് ബിഗ് ബുക്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ഈ സ്റ്റെപ്പ് 4 ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ബിഗ് ബുക്ക് ഓതേഴ്സ് യു ഹാവ് കംപ്ലീറ്റഡ് സ്റ്റെപ്പ് 4. താങ്ക് യു. Thank you.